പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ മറവിലായിരുന്നു കൊണ്ട് നമുക്ക് ഏക മനസ്സോടെ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. ത്രിയേക ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ആമേൻ പറയാം. ഈശോപ്പ, ഞങ്ങൾക്ക് ഇന്നൊരു ദിനം കൂടി തന്ന് അനുഗ്രഹിക്കുകയും ആവശ്യമായ സകല ആവശ്യങ്ങളുടെ മേലും അവിടുത്തെ കൃപയും കരുണയും കൂടെ ഇരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങേ സന്നിധിയിലായിരിക്കാൻ ഒരു ദിവസം കൂടി ദാനമായി തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ എത്ര കാലം ആയുസ് തന്നാലും അവിടുത്തെ കൃപയാലും കരുണയാലും തന്നെ ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും അങ്ങയുടെ വീണ്ടും വരവ് വരെയുള്ള ഞങ്ങളുടെ തലമുറകളെയും സഹോദര കുടുംബങ്ങളെയും അവരുടെ മക്കളെയും കുഞ്ഞുമക്കളെയും തലമുറകളെയും അവിടുത്തെ കൃപയാൽ തന്നെ നടത്തുമാറാകണമേ. കർത്താവെ, ഈ സമയം പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഇപ്പോൾ എൻ്റെ വാക്കുകളിൽ കൂടി ദൈവനാമം കേൾക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാ മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സർവശക്തനും അത്യുന്നതനും നീതിമാനുമായ ഞങ്ങളുടെ കർത്താവെ, ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും ഞങ്ങളെയും അവിടുത്തെ നീതിയാൽ നടത്തണമേ. ഞങ്ങളിൽ നിന്നും ഒരു കുഞ്ഞു പോലും നാശത്തിൻ്റെ പാതയിൽ പോകുവാൻ ഇടവരാതെ അത്യുന്നതൻ്റെ മറവിൽ ഞങ്ങളെ നടത്തണമേ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ SSLC പരീക്ഷ, +1 പരീക്ഷ, +2 പരീക്ഷകൾ നടക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ഉപവാസത്തോടു കൂടിയിരുന്ന് ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുപോലെ 5/3/26 കേരള സിലബസ് പരീക്ഷ തുടങ്ങുന്നു. കേരള സിലബസിൽ പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ട്യൂഷൻ ഇല്ലാതെയും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെയും അതുപോലെ ജീവിത സാഹചര്യത്തിൻ്റെ കുറവ് മൂലം വിഷമത്തിലായി പരീക്ഷകൾ എഴുതാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കളെയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന മക്കളെയും അവിടുത്തെ കരങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ശിരസിൽ വെച്ച് ഒന്ന് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ ബുദ്ധിയിൽ പ്രകാശമായി അവിടുന്ന് കൂടെ ആയിരിക്കണമേ. അവർ ഈ ഒരു വർഷക്കാലം പഠിച്ചതെല്ലാം ഓർമ്മിച്ചെഴുതുവാൻ കൃപ നൽകണമേ. മക്കളുടെ ബുദ്ധിയെ വിസ്തൃതമാക്കി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പരീക്ഷകൾ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ സഹോദരങ്ങളെ, 5-ാം തീയതി പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന ബേസൽ എന്ന മകൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പർ 672646 ഇതാണ്. ഇതെൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും ഈ മകനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. എറണാകുളത്ത് നിന്ന് ഒരു സഹോദരി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ് വിളിച്ച നമ്പരാണിത്. നാം ആയിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കാം. ഇന്ന് പ്രാർത്ഥനയോടെ വചനമെടുത്തു. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ വായിച്ചു, പ്രാർത്ഥിച്ചു. ഇതിൽ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ സന്തോഷം തോന്നി. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഈശോയെ നമുക്ക് ഈ വാക്കുകളിൽ കാണാം. ഞാൻ അത് വായിക്കാം. 13-ാം വാക്യം. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലെ ഉള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ചു അനുഗ്രഹിച്ചു. ഈ വചനമാണ് ഇന്നെനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കാം. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ കരം ഓരോ കുഞ്ഞുങ്ങളുടെയും ശിരസിലുണ്ട്. പഠിക്കുവാനും എഴുതുവാനുമുള്ള സാഹചര്യങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന മക്കളുമുണ്ട്. ഒരു ട്യൂഷനോ ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. ആ കുഞ്ഞുങ്ങളെല്ലാം നമ്മളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടവരാണ്. ഈ വചനത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിനെയും മുതിർന്നവരായ നമുക്ക് നല്ലൊരു സന്ദേശവും തരുന്ന കർത്താവിനെയും കാണാം.
നാം ഓരോരുത്തരും കുഞ്ഞുങ്ങളെപ്പോലെ ആകണം എന്നുള്ളത് തന്നെ. കുഞ്ഞായിരിക്കുമ്പോഴുള്ള പ്രത്യേകതകൾ നമുക്ക് അറിയാമല്ലോ. നാം നല്ലത് പറഞ്ഞാൽ അത് അവർ സ്വീകരിക്കുന്നവരാണ്. വഞ്ചനയില്ലാതെയും ആരോടും ദേഷിക്കാതെയും ആരെയും പകയോടെ നോക്കാതെയും എല്ലാം എനിക്ക് തന്നെ കിട്ടണം എന്ന ചിന്തയില്ലാതെയും സ്നേഹത്തോടെ ആയിരിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ. ഇതിൽ ഈശോ പറയുന്നു, ശിശുക്കളെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം. നാം ഓരോരുത്തരും ദൈവരാജ്യത്തിന് അവകാശികളാകണമെങ്കിൽ ശിശുക്കളെ പോലെ ആകാൻ വേണ്ടി വചനത്തിൽ ജീവിക്കാം. വചനം വായിക്കണം, വചനം കേൾക്കണം, പ്രാർത്ഥിക്കണം, എളിയവരിൽ യേശുവിനെ കാണണം. അതിനായി ഈശോയെ നിരന്തരം ഹൃദയം നുറുങ്ങി വിളിക്കണം. ആ പ്രാർത്ഥന ഈശോ കേൾക്കും. അതിനായി നമുക്ക് ഈ സമയം പരസ്പരം പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.